ഈ തടാകം എത്ര മനോഹരമാണ്. അതെ, ഇത് അവൻ തന്നെയാണ്. പോയി പിടിക്കാം. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ഇവൻ നമുക്ക് ഇവിടുന്ന് വേഗം കിഡ്നാപ്പ് ചെയ്യണം. ഇവരെന്നെ തന്നെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ചിലപ്പോ തോന്നലായിരിക്കും. ഫോട്ടോ കുറച്ചെടുക്കാം. ഇതൊരു നല്ല അവസരമാണ്. ഇവനെ നമുക്ക് അങ്ങ് പൊക്കാം. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്തിനാ എന്റെ ക്യാമറ പൊട്ടിച്ചത്? പറ. ഞങ്ങൾ കിഡ്നാപ്പേഴ്സ് ആണ്. നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. എന്താ കിഡ്നാപ്പേഴ്സോ? അവനെ പിടിക്കടാ. അവൻ ഒരിക്കലും രക്ഷപ്പെടരുത്. അവൻ ഓടിയാൽ എവിടം വരെ ഓടും? അയ്യോ അയ്യോ, തനിക്കത് കണ്ടൂടെ? അയ്യോ അയ്യോ അയ്യോ. ഇനി എന്നെ എങ്ങനെ പിടിക്കും? അവൻ രക്ഷപ്പെടുന്നു. കൊള്ളാലോ, നല്ല മാമ്പഴം. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോയാലോ? നിനക്ക് മാങ്ങയാണല്ലേ വലുത്. നമുക്ക് അവനെ വേഗം കിഡ്നാപ്പ് ചെയ്യണം. ഇന്നലത്തെ മാറ്റി നീ കണ്ടായിരുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ അവരെന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ. എന്തായാലും അമ്മാവനെ വിളിച്ച കാര്യം പറയാം. ഹലോ, പറയൂ പറയൂ മരുമകനെ, നിനക്ക് സുഖമാണോ? അമ്മാവാ, എന്നെ രണ്ടുപേര് തട്ടിക്കൊണ്ടുപോകാൻ നോക്കുവോ? ആരാ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ വെറുതെ വിടൂ. എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ഹലോ ഹലോ, ഈഷ്, എന്റെ മരുമകൻ എന്തോ വലിയ ആപത്തിൽ പെട്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഈ കളിയിൽ ആരും കള്ളക്കളി കളിക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി, കുറച്ചു നേരം ഞാനും കൂടി ഒന്ന് ഫുട്ബോൾ കളിച്ചോട്ടെ. അടിപൊളി, നിങ്ങളടുത്ത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്.
പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്ക. നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക. എടാ, ആരെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക. എന്തു പറ്റി? കമ്മീഷണർ സാറ് പാണ്ഡ സാറിനെ സസ്പെൻഡ് ചെയ്ത്. നല്ലതൊന്നും നിനക്ക് വായിൽ വരില്ലേ? നല്ലത്. ദാ ഞാൻ പറഞ്ഞു, ഇത്രയും മതിയോ? എന്താ സാർ, കാര്യം പറയൂ. സാറ് നാക്ക് മൂടോട്ടിലാണല്ലോ. എന്റെ മരുമകനെ ആരും കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങളോട് സംസാരിച്ച് വെറുതെ സമയം കളയുന്നത് എന്തിനാ? പോയി മരുമോനെ എവിടെയെന്ന് അന്വേഷിച്ചൂടെ? അവൻ വിദേശത്ത് വെച്ചാണ് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. പക്ഷെ അവൻ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി എന്തിനാ വിദേശത്തോട്ട് പോയത്? അവനൊന്ന് കറങ്ങാൻ വേണ്ടി പോയതാ. ആരും അവനോട് വെച്ച് കിഡ്നാപ്പ് ചെയ്തു. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ചോദിക്കാൻ വന്നത്. പക്ഷെ ഞങ്ങൾ സാറിന് എങ്ങനെയാ വിദേശത്തോട്ട് അയക്കുന്നത്? എടാ കഴുതേ, ഇദ്ദേഹം നമ്മൾ പോണോന്നാ പറയുന്നേ. പക്ഷെ മറ്റൊരു രാജ്യത്ത് ഞങ്ങൾ അവനെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? എന്റെ മരുമകൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സിറ്റിയിൽ അവിടെ ഒരു ഹൈഫൈ ഡിറ്റക്റ്റീവ് ഉണ്ട്. അയാൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഞാൻ പറഞ്ഞു വന്നത് പ്ലീസ് പ്ലീസ്, പറ്റില്ലെന്ന് പറയരുത്. എന്റെ മരുമകനെ ഒന്ന് രക്ഷിക്കൂ. ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്. ഞാൻ പറഞ്ഞു വന്നതും അത് തന്നെയാണ്. ഞങ്ങൾ അവനെ രക്ഷിക്കാൻ തീർച്ചയായും പോകും. ഒരു ടൂറിസ്റ്റിനെ തട്ടിക്കൊണ്ടു പോകാൻ അത്ര ധൈര്യമുള്ളത് ആർക്കാണ് അവിടെ? അല്ല, ഇത് ഏതാ ഈ സ്ഥലം? അതധികം വൈകാതെ തന്നെ മനസ്സിലാകും. പാണ്ഡയെ കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം ഗേറ്റ് തുറക്ക. ഓക്കെ. വേഗം പോയി എല്ലാരും, ഭക്ഷണത്തിനുള്ള സമയമായി. നീ കഴിച്ചോ? ഇത് നീ കഴിക്കേ. അല്ല, ഈ കുരങ്ങിന് എന്ത് പറ്റി? ഇത് കഴിക്കേ. ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്, സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിനക്ക് ഒരിക്കലും കിട്ടില്ല. തന്നത് മര്യാദയ്ക്ക് കഴിക്കാൻ നോക്ക. ഇനി എത്ര നാളും നിങ്ങൾ ഞങ്ങളെ തടവിലാക്കി വെക്കൂടെ? ഞങ്ങൾ നല്ല വിശാലമായ കൊടുങ്കാട്ടിൽ ജീവിച്ചാണ് ശീലിച്ചത്. ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടാനല്ലേ പറഞ്ഞത്? മാറിക്കടാ, നിനക്കിനി പച്ചവെള്ളം പോലും കിട്ടില്ല. ഈ ചെയ്തതൊട്ടും ശരിയായില്ല. ഇവർ നമ്മളോട് ചെയ്യുന്നത് വല്ലാത്ത ക്രൂരതയാണ്. ഇതൊരു വല്ലാത്ത സ്ഥലം തന്നെ. ഞാൻ കുടുങ്ങിയെന്ന് തോന്നുന്നു. ആ പാണ്ഡത വന്നു കഴിഞ്ഞു. വേഗം ഗേറ്റ് തുറക്ക്. അവന്റെ മേലൊരു കണ്ണു വീണം. ഞാൻ വേഗം ബോസിനെ അറിയിക്കാം. ആഹാ, കൊള്ളാം. നമ്മുടെ ഈ ജംഗൽ സഫാരിയിൽ ഒരു പാണ്ഡയുടെ കുറവുണ്ടായിരുന്നു ജുങ്കാ. ലോകത്തിലെ തന്നെ വലിയ ജംഗൽ സഫാരി ഞാനിവിടെ ഉണ്ടാക്കും. കൂടാതെ ഇത് വെച്ച് ഞാൻ ഒരുപാട് പണവും ഉണ്ടാക്കും. പുലർച്ചെ കേട്ടപ്പോ വല്ലാണ്ടങ്ങ് വിറങ്ങളിച്ചു പോയി ബോസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആരെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ അനുവദിക്കരുത്. തലയിലെ ലഗേജ് കുറയ്ക്കാത്തത് എന്താ? ആക്ച്വലി മുടി ബോസ് വെട്ടാത്തത് എന്താ? ആ കൊരങ്ങ, നിന്റെ അധിക പ്രസംഗം കൂടുന്നു. അയ്യോ, ഓടിപ്പോയി ലോറി. ഐ ആം സോറി. ഈ പാണ്ഡയും കൂടി വന്നപ്പോൾ എന്റെ കളക്ഷൻ പൂർത്തിയായിരിക്കുന്നു. ജുങ്ക, ഇവന്റെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം. ഒരുത്തനും ഇവിടെ നിന്ന് രക്ഷപ്പെടരുത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജംഗൽ സഫാരി ഞാനിവിടെ ഉണ്ടാക്കും. ഓടിക്കോ.
ഇക്കിളിയാക്കി കളയും ഞാൻ. എന്താ കുന്തം പിടിക്കാലോ നോക്കി നിൽക്കുന്നേ? വേഗം ഒന്ന് പോ നോക്ക്. നീ എന്തിനെ പേടിക്കുന്നേ? ഇത് ശരിക്കുള്ള കാടൊന്നുമല്ലല്ലോ. മാത്രല്ല ഇവിടെ എല്ലാ ജീവജാലങ്ങളെയും വളർത്തുകയാണ്. എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഇവിടെ വലിയ സെക്യൂരിറ്റി ആണ് ഉള്ളത്. അതുകൊണ്ട് ആർക്കും പുറത്ത് കിടക്കാനാവില്ല. ഇക്കിളിയാക്കി താഴെടും. പക്ഷേ നമ്മളെ ഇങ്ങനെ ഇവിടെ അടച്ചിട്ടിരിക്കുന്ന ആരാണ്? ടൈഗറാണ്. ഭയങ്കര ഡേഞ്ചറസ് മാൻ ആണ് ബ്രോ. അതിലും ഡേഞ്ചറാണ് അയാളുടെ സഹായി ജുങ്ക. അയാളാണ് സെക്യൂരിറ്റി ഇൻചാർജ്. അറിയാമോ, 2 മാനുകൾ ചേർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തായി? അവരെ രണ്ടുപേരെയും കൊന്നോ? ഇല്ല, 2നെയും കൈയോടെ പിടിച്ചോണ്ടെങ്കിൽ വന്നു. പക്ഷെ അവർക്ക് എന്നെ തടയാനാവില്ല. കാരണം പോലീസുകാരാ എന്റെ ഫാമിലി മുഴുവനും. നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരും. അങ്ങോട്ട് നോക്ക്. പാണ്ഡ്യ സാർ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ആരെയും അയച്ചിട്ടുണ്ട്. പാണ്ഡ്യ സാറിന്റെ ഓർഡർ ആണ്. നിങ്ങളെല്ലാവരെയും താമസ സ്ഥലത്ത് എത്തിക്കാൻ പറഞ്ഞു. അഡ്രസ് ഇത് തന്നെയാണ്. സംശയമുണ്ടോ? പോപ്പട്ടെ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു തവണ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വെറുതെ എന്റെ തലയ്ക്ക് ചൂട് പിടിപ്പിക്കരുത്. മര്യാദക്ക് വരാൻ നോക്ക്. എടാ, അഡ്രസ് ഇത് തന്നെയാണ്. പക്ഷേ വീട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ജിം ജിം, ആ ജിമ്മിനെ വേഗം വിളിച്ചോണ്ട് പോവാ. ഞങ്ങൾക്കും കൂടി ഒന്ന് കാണണം. ഐ ആം ജിം. ഐ നോ എവറിത്തിങ്. വീട് ലോക്ക് ചെയ്തിട്ട് മരത്തിന്റെ മുകളിൽ എന്ത് ചെയ്യായിരുന്നു? ചെലപ്പോ മാങ്ങവർക്കം കയറിയതായിരിക്കും. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ് ഞാൻ. ശത്രുക്കൾ ഒരുപാടുണ്ട്. ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ താമസിക്കുന്നത് ഈ മരത്തിലാണ്. ഞാൻ സ്മാർട്ട് അല്ലേ? സ്മാർട്ട് ആണ്. വെരി സ്മാർട്ട്. താങ്കൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നല്ലോ. ഐ നോ എവറിത്തിങ്. താങ്കൾ ഞങ്ങളെ കൊണ്ടുവരെ എയർപോർട്ടിൽ വരാത്ത എന്താ? ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. എല്ലാവരും മുന്നിൽ പെട്ടെന്ന് വരാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് താങ്കൾക്ക് അറിയാമോ? ഐ നോ എവറിത്തിങ്. കൊച്ചളിയ അപസ്മാരാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ഷൂ ഒന്ന് മണപ്പിക്കട്ടെ. Help me, guys. Thank you, guys. Thank you. I know everything. Thank you so much. You are welcome. താങ്ക് യു ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ജൂനിയർ പാണ്ഡ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. I know everything, but that I don't know. സത്യത്തിൽ അവൻ എവിടെയായിരിക്കും? I don't know. അവനെ ആരാണ് കിഡ്നാപ്പ് ചെയ്തത്? I don't know. അപ്പൊ പിന്നെ താങ്കൾക്ക് എന്താ അറിയാവുന്നേ? I know everything, but that I don't know. ഓ എന്റെ കൂട്ടുകാരെ, ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ ഹണിയെ നമുക്കാണല്ലോ കിട്ടുന്നത്. സംശയമുണ്ടോ? By the way, ആരാ honey? Yo. ഞാനാ. So you are honey. Wow. Now one intelligent, important or necessary question. നിങ്ങളിൽ ആരായിട്ട് വരും ഈ സോർദാർ, അതായത് ഡോഗ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആൾ? ടോക്ക് ഷോയോ? അതെ, അതാണല്ലോ പ്ലാൻ. മുഴുവൻ പ്ലാനും റെഡി ആയി കഴിഞ്ഞു. അവിടെ ഒരു വലിയ ഡോഗ് ഷോ നടക്കാൻ പോവുകയാണ്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഞങ്ങൾ സോർദാറിനെ മത്സരാർത്ഥിയായിട്ടും ബാക്കി നിങ്ങളെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ആയിട്ടുമാണ് അയക്കുന്നത്. ആരാണ് സോർദാർ? ഇവിടെ സോർദാർ ഞാനാണ്. ഇവിടുത്തെ ഡോഗ് ഷോയിൽ ഞാൻ പങ്കെടുത്തോളാം. ദാ കണ്ടില്ലേ എന്റെ നീളത്തിലുള്ള വാല്, നീളം കൂടിയ ചെവി, 4 കാല്. താങ്കൾക്കെന്താ എന്നെ കണ്ടിട്ട് ഡോഗ് ആയിട്ട് തോന്നുന്നില്ലേ? No, but ഇയാളെ കണ്ടിട്ടാണ് ഡോഗ് ആയിട്ട് തോന്നുന്നത്. വാവ്, സാറ് വലിയൊരു സിഐഡി തന്നെയാ. പെട്ടെന്ന് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. ഇത് തന്നെയാണ് ഡോഗ്. ഞങ്ങൾ ഡോഗ് ഷോയിൽ പങ്കെടുക്കുന്നു എന്ന കാര്യം പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഡോഗ് ഷോയിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്, ആവശ്യമുണ്ട്. കാരണം ഡോഗ് ഷോയുടെ ചീഫ് ഗസ്റ്റ് ടൈഗർ ആണ്. കൂടാതെ ജൂനിയറിനെ കിഡ്നാപ്പ് ചെയ്തത് അയാളാണെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാ വെറുതെ ഡോഗ് ഷോയ്ക്ക് പോകുന്നത്? അയാളെ വീടിന്റെ പാല് കാച്ചിൽ വിളിക്കാനാണോ? നമുക്ക് നേരെ ചെന്ന് വീട് കയറി അങ്ങ് ആക്രമിച്ചാ പോരെ? സംശയമുണ്ടോ? I am a private detective. I know everything. അവന്റെ വീട്ടിൽ ടൈറ്റ് സെക്യൂരിറ്റീസ് ആണുള്ളത്. നമുക്ക് പ്ലാൻ ചെയ്ത് അതിനകത്ത് കയറി കൂടേണ്ടി വരും. മാത്രമല്ല അതിനുവേണ്ടി ഡോഗ് ഷോയ്ക്ക് പോയേ പറ്റൂ. മനസ്സിലായോ? മനസ്സിലായി. നാളെ ടൈഗർ ചീഫ് ഗസ്റ്റ് ആയി വരുന്ന ഡോഗ് ഷോ ആണ്. അവിടെ ജോർദാർ തന്നെ ആയിരിക്കും ജയിക്കുന്നത്.
എനിക്കും കാര്യം പിടികിട്ടി. അവിടെ സോർദാർ മത്സരിച്ച് വിജയിച്ചിട്ട് ജയിച്ചതിനുള്ള സമ്മാനമായിട്ട് ജൂനിയറിനെ ചോദിക്കാനല്ലേ? വൗ, ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേ ഇല്ലല്ലോ. വക്കൗ. ആദ്യം ബണ്ണി എന്താ പറഞ്ഞത് അതിനെ കുറിച്ച് ആലോചിക്കാൻ നോക്ക്. സോർദാർ തന്നെ ജയിക്കും. മാത്രവുമല്ല ടൈഗറിന് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലെ ഞങ്ങൾ സോർദാറിനെ തയ്യാറാക്കൂ. പിന്നെ ഇവനെയും ടൈഗർ അവിടുന്ന് തട്ടിക്കൊണ്ടുപോകും. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഞങ്ങൾ ഇവിടെ ഒരാളെ പുറത്തു കൊണ്ടുവരുന്ന കാര്യം ചിന്തിക്കുകയാണ്. അപ്പൊ നീ അടുത്ത ആളെ അകത്തോട്ട് വിടാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ്. പോപ്പട്ടെ, ഞാൻ പറയുന്ന മനസ്സിലാക്ക്. അഥവാ സോർദാർ അകത്ത് കടന്നാൽ ഈ വാച്ച് ഉപയോഗിച്ച് നമുക്ക് അവരുടെ ലൊക്കേഷൻ കണ്ടെത്താം. സോർദാർ അകത്തെത്തിയാൽ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഓഫ് ആക്കും. അപ്പൊ നമുക്ക് സിഗ്നൽ കിട്ടും. അപ്പൊ നമുക്ക് അറ്റാക്ക് ചെയ്യാം. പക്ഷെ നമ്മളെന്തിനാ സോർദാറിനെ അറ്റാക്ക് ചെയ്യുന്നേ? ഐ ഡോണ്ട് നോ, ബട്ട് സോർദാർ നമ്മുടെ കൂടെ അല്ലേ? ആരെങ്കിലും ഇവർക്ക് 2 ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുക്കുക. കുറച്ചു നേരമെങ്കിലും വാ അടച്ചു വെക്കുമല്ലോ. സംശയം ഉണ്ടോ? ജിമ്മിച്ചേട്ടാ ലോലിപ്പോപ്പ് കഴിക്കേ. ലോലിപോപ്പ്? നോ മാൻ, ഐ ഡോണ്ട് ലൈക്ക് ലോലിപോപ്പ്. എനിക്കൊരു ക്യാരറ്റ് തരൂ, അത് ഞാൻ കഴിച്ചോളാം. ഒരു കാര്യം അറിയാമോ, നിങ്ങൾ രണ്ടുപേരും കഴിവുകളാണ്. യെസ്, ഐ നോ എവറിത്തിങ് ഐ തിങ്ക്. കാര്യത്തിലേക്ക് വാ. സോറി അനിയ, കാര്യത്തിലേക്ക് വരാൻ പറ്റില്ല. വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം. കൺട്രോൾ പോപ്പൺ കൺട്രോൾ. അടുത്ത മത്സരത്തിന് സോർദാറിനെ തയ്യാറാക്കണം. ആ ടൈഗറിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം സോർദാറിനെ നമ്മൾ തയ്യാറാക്കി എടുക്കാൻ. സംശയമുണ്ടോ? അതെ, പക്ഷെ ആരെങ്ങനെ ചെയ്യും? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഐ ആം എ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. വേഷം മാറ്റാൻ ഞാൻ എക്സ്പെർട്ട് ആണ്. എക്സ്പെർട്ട്. ടൈഗർ കണ്ടാൽ തന്നെ ഇവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിൽ ഞാൻ ഇവനെ മാറ്റി കാണിക്കാം. വക്കൗ. എങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ വേഷം മാറ്റാം. ഞങ്ങളിതാ വരുന്നു. ആഹാ, ഇയാളെ കണ്ടിട്ട് ഐസ്ക്രീം പോലെ ഉണ്ടല്ലോ. നക്കി നോക്കാം. ഒരിക്കൽ കൂടെ ഡോഗ് ഷോ ജയിക്കാൻ വന്നിരിക്കുകയാണ് ബർഗർ. വീണ്ടും വീണ്ടും ജയിക്കുന്നവനെയും ബർഗർ എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് ഈ ഡോഗ് വല്ലാതെ വയസ്സായി പോയല്ലോ. എന്ത്, ഞാൻ വയസ്സായി പോയെന്നോ? ആണോ? നിക്ക്, വെറുതെ വികൃതി കാണിക്കരുത്. ആരാടാ എന്നെ പുറകിൽ നിന്ന് ഇടിച്ചിടാൻ നോക്കുന്നത്? കണ്ണ് കണ്ടൂടെ തനിക്ക്? ശരിയാണല്ലോ, തനിക്ക് കണ്ണയില്ലല്ലോ. പാവം പേടിച്ചു പോയി. ഡോഗ് ഷോ അടിപൊളിയായിരിക്കും. ഈ ഡോഗ് ഷോയിൽ നമ്മൾ തന്നെ ജയിക്കും സീറ്റി. ഈ ചെറിയ ഡോഗ് ഷോയിൽ ഇത്രയും സുന്ദരിയായ സ്വീറ്റിയെ കാണുന്നത് എപ്പോഴും പതിവാണ്. ബർഗർ പേര് കേട്ട് വേണമല്ലോ അല്ലേ? എന്റെ സ്വന്തം സ്വീറ്റി. മാറിക്കടാ. അല്ല, ആരാ നീ? നിന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ബോൾ ബോൾ ബോൾ. അയ്യോ, എവിടെ പോയി എന്റെ ബോൾ? നീ എന്റെ ബോള് കണ്ടായിരുന്നോ? എനിക്ക് എന്റെ ബോള് കിട്ടിയില്ല. എവിടെ പോയി എന്റെ ബോള്? വാവ്, കൊള്ളാം. ഇത് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡോഗ് ആണല്ലോ. കണ്ടില്ലേ എത്ര മനോഹരമായാണ് അത് പെർഫോം ചെയ്തത്? അല്ല, ഇതാരാണ്? ഇതാണ് ഞങ്ങളുടെ ഡോഗ് ശർമിളി. ഇവളുടെ കഴിവുകൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യ തവണ നമ്മളാ ജയിച്ചേ. ആ ടൈഗർ നിന്നെയാ നോക്കുന്നേ. എല്ലാവരും അഭിനയം തുടങ്ങിക്കോ. അല്ല, താങ്കളുടെ ഡോഗ് ഈ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ? എന്തുപറ്റി? തലയിൽ പേങ്കടിക്കുന്നുണ്ട്. ഹലോ. അല്ല, അത് പിന്നെ ഞാൻ ഇതെന്റെ സ്റ്റൈലാണ്. എന്താ ഇത്?
ആരാ ഇത്? ഒന്ന് മര്യാദയ്ക്ക് നിൽക്കണോ? എന്റെ മേത്തേക്ക് വീഴാൻ മാത്രം നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ? എന്നോട് കളിച്ചാലുണ്ടല്ലോ കടിച്ച് കീറിക്കളയും ഞാൻ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഇവർ ഈ ഡോഗിനെയും കൊണ്ടുവരുന്നത് എന്തിനാ? സുംബ ഡാൻസ് ചെയ്യിക്കാൻ. ഡോഗ് ഷോയിൽ ഡോഗിനെ അല്ലാതെ ഡോങ്കിയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. സാറിനെ കൊണ്ടുവന്നിട്ടില്ലേ? ഇല്ല, കൊണ്ടുവന്നിട്ടില്ല. കാരണം ഞാൻ ചീഫ് ഗസ്റ്റ് ആണ്. അയ്യോ, സാറിന്റെ ശബ്ദം പുറത്തോട്ട് കേൾക്കുന്നില്ലല്ലോ. ഈ പൊടി തുടക്കുന്ന ബ്രഷ് ഉപയോഗിച്ചാലേ മൊത്തം തൊണ്ടയും ക്ലിയർ ആയിട്ട് കിട്ടും. അതേ കുട്ടാ, എന്റെ ശബ്ദം ഇങ്ങനെയാണ്. എന്താ സാറിന്റെ ഡോഗും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? അയ്യോ സാർ, പറയാൻ വിട്ടുപോയി. ഇതാണ് ഞങ്ങളുടെ ഡോഗ്. ആഹാ, ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഡോഗാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ ആവും ഞാൻ. സ്പെഷ്യൽ യൂണിക്കിനെ ബ്രൗൺ ബ്രെഡിനെ കൂട്ടിയിണക്കിയാണ് ഈ ബ്രെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പറയൂ, താങ്കൾക്ക് ഇതിനെ ഇഷ്ടമായോ? ശരിയാ, ഇതിനിങ്ങനെ ആക്കിയെടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുത്ത്. ഇദ്ദേഹമാണ് ഡോഗിന് ട്രെയിനിങ് കൊടുത്തത്. പക്ഷെ ട്രെയിനർ നമ്മൾ തന്നെ ആയിരുന്നില്ലേ കൊച്ചലിയ? ഇദ്ദേഹത്തിൽ നിന്നല്ലേ എല്ലാം പഠിച്ചത്. ഇദ്ദേഹമല്ലേ സീനിയർ ട്രെയിനർ. ഓ, അപ്പൊ ഇയാളെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. സത്യത്തിൽ നമുക്ക് വേണ്ടത് ജൂനിയറിനല്ലേ? എങ്കിൽ ഒരു കോമ്പറ്റീഷൻ തുടങ്ങാറായി. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. ഇതിൽ ജയിക്കുന്നത് ഞങ്ങളുടെ ശർമിലി ആയിരിക്കും. സംശയമുണ്ടോ? 10 കോമ്പറ്റീഷൻ ഓൾറെഡി ജയിച്ചതാണ്. അതങ്ങോട്ട് കൂടിപ്പോയല്ലേ? ഓ, അതൊക്കെ വിടുന്നേ. ഇനിയിപ്പോ എല്ലാം മത്സരിക്കുമ്പോ അറിയാൻ പറ്റുമല്ലോ. വരൂ, കോമ്പറ്റീഷൻ തുടങ്ങാറായി. മിക്കവാറും ഒരുപാട് കാശ് കിട്ടുമെന്നാ തോന്നുന്നത്. ഇപ്രാവശ്യം ഞാൻ തന്നെ ജയിക്കും. അതിനിത് റേസ് ഒന്നും അല്ല. ജയിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. എന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഞാൻ തന്നെ ഇല്ല, ഞാൻ ജയിക്കും. എല്ലാരും ശാന്തരാകൂ. ആരാണോ നന്നായി പെർഫോം ചെയ്യുന്നത് അവരായിരിക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ ഡോഗുകളും ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്യും. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം വേൾഡ് ഫേമസ് ഡോഗ് ഷോ. Yo! The winner is Sharmili. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ക്യൂട്ടായിട്ടുള്ള ഡോഗാണല്ലോ ഇത്. എന്നാ പിന്നെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യുന്നേ. തമാശ അവനൊരു തമാശ പറഞ്ഞതാ. ഷർമിലി വളരെ ക്യൂട്ടായതുകൊണ്ട് അവളെ കാണുമ്പോൾ എല്ലാരും പറയും അവളെ തട്ടിക്കൊണ്ടു പോകുമെന്ന്. അയാള് പോയിക്കളഞ്ഞല്ലോ. സംശയമുണ്ടോ? നമ്മുടെ പ്ലാനുകളൊന്നും നടന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി ആലോചിക്കാം. നമ്മുടെ പ്ലാനുകളൊന്നും നടന്നില്ല.
എന്നെ ആവശ്യമില്ലാതെ ഈ കോലങ്ങളൊക്കെ കെട്ടിപ്പിച്ചു. എന്നിട്ട് നടന്നതാണെങ്കിൽ ഒന്നുമില്ല. ദാ ആ കാണുന്ന ഡോഗാണ്. വേഗം പോയി പിടിച്ചുകൊണ്ടുവാ. പക്ഷേ എല്ലാം സൂക്ഷിച്ചു വേണം. എന്നെ വിട്. എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? എന്നെ വിട്, എന്നെ വിട്. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഫ്രണ്ടിനെ പിടിച്ചോണ്ട് പോകുന്നേ? നിന്നേക്ക് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ആരാണോ കിഡ്നാപ്പ് ചെയ്യേണ്ടത് അയാളോട് കിഡ്നാപ്പ് ചെയ്തതുമില്ല. ഇപ്പൊ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിരിക്കോ കിഡ്നാപ്പ് ചെയ്യാനായിട്ട്. സംശയമുണ്ടോ? ജോർദാറെ, അത് ടൈഗറിന്റെ ഗുണ്ടകളാ. ഓടുന്നതായി അഭിനയിക്ക്. ഹണി, അവന്മാരെ വെറുതെ വിടരുത്. ഇടിക്ക്. ഇല്ല കൊച്ചളിയ, ഞാനിവനെ വെറുതെ വിടില്ല. വേഗം ആ ശർമിലിയെ വേഗം പിടിക്ക. അയ്യോ, രക്ഷിക്കണേ. ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. പിടിക്കതിനെ. ആരെങ്കിലും രക്ഷിക്കോ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അല്ല, നീ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? കുറച്ച് കുട്ടികൾ എന്റെ പുറകെ വരുന്നുണ്ട്. എങ്കിൽ ഞാൻ നിന്നെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാം. ശർമിലി, നീ വണ്ടിക്കുള്ളിലേക്ക് കയറിക്കോ. എന്നെ ഈ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചതിന് താങ്കൾക്ക് ഒരുപാട് നന്ദി ഞാൻ പറയും. ടൈഗർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും നടത്തിയിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി ഉണ്ടാക്കും ഞാൻ. കുളത്തിലുണ്ട് ഫ്രോഗ്. കിട്ടി നമുക്ക് ഈ ഡോഗ്. അയ്യോ ബോസ്, വണ്ടി നിർത്ത്, ഞങ്ങളെ കൂടെ വരട്ടെ. പ്ലാൻ സക്സസ്ഫുൾ. സംശയമുണ്ടോ? അതെ, വരൂ. ടൈഗറിന്റെ ബംഗ്ലാവിന്റെ അടുത്ത് എത്തണം. ജോർദാർ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ചെയ്തിട്ട് സിഗ്നൽ തരും. അപ്പൊ നമുക്ക് അവരെ ആക്രമിക്കാം. അയ്യോ നിൽക്ക്, ഞാനിതാ വരുന്നു. അയ്യോ, എന്നെ എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഓ എന്റെ ചക്കരെ, ഒന്നും നീ മിണ്ടല്ലേ. സുഖമായി ജീവിച്ചോ ഇവിടെ. ഇനി മുതൽ ഇതായിരിക്കും നിന്റെ വീട് ശർമിള. ചെല്ലു, നിനക്കവിടെ ഒരുപാട് പുതിയ കൂട്ടുകാരെ കിട്ടും. നീ ഡോഗാണോ? ആളെ കണ്ടിട്ട് ഒരു ഡോങ്കിയുടെ പോലെ ഉണ്ടല്ലോ. ഒരൊറ്റ കുത്തുവെച്ചതുണ്ടല്ലോ. ഒരു മുയലായിരുന്നിട്ട് കുത്തുവെന്ന് പറഞ്ഞ് നീ ഡോഗിയെ പേടിപ്പിക്കുകയാണോ? സുഹൃത്തെ, ഈ ക്യാരറ്റ് കഴിച്ച് കഴിച്ച് എന്റെ വയലിൽ ഇപ്പൊ ആ ഡയലോഗ് മാത്രമേ വരുന്നുള്ളൂ. നീ ജൂനിയർ അല്ലേ? അതെ. പേടിക്കണ്ട, ഞാൻ ജോർദാറാണ്. ഇൻസ്പെക്ടർ പാണ്ഡെയാണ് എന്നെ അയച്ചത്. ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നത്. ശരി, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവൻ എങ്ങനെ രക്ഷിക്കാനാ? ഇവനെയും ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കയല്ലേ?
പ്ലാൻ എന്താന്ന് കേക്ക്. പുറത്തെ കൂട്ടുകാരെല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരിക്കും. എനിക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവരിവിടെ വന്ന് ആക്രമിക്കും. അതായത് ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങാൻ സാധിക്കുന്നതാണോ? ആ, പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കേണ്ടി വരും. എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഞാൻ കുത്തിക്കേടാക്കും. എന്റെ കൂടെ വരൂ. ഇവിടുത്തെ കൺട്രോൾ റൂം എവിടെയാണ്? ആ ബംഗ്ലാവിന്റെ അടുത്ത് ആ കോട്ടേജിലാണ്. വരൂ. മുന്നിൽ ഗാർഡുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ചാടി അപ്പുറത്തേക്ക് പോകേണ്ടി വരും. ഇവൻ കൊലക്ക് കൊടുക്കല്ലോ. എടാ, ഗാർഡ്സ് എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊടി പോലും ബാക്കി വെക്കൂല. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. ഫെൻസിൽ വൈദ്യുതി ഉണ്ട്. ആർക്കാണോ ആദ്യം ചാടി പോവാൻ പറ്റുക അവരാദ്യം പോകൂ. ബാക്കി എല്ലാരും നിൽക്ക. ഓക്കെ. നിൽക്കൂ. ലേസർ റൈസ് ആണ്. നമുക്ക് റൂഫ് ടോപ്പ് പൊളിച്ച് അകത്തേക്ക് കടക്കേണ്ടി വരും. പടിക്കെട്ടിൽ അവർ പശ തേച്ച് വെച്ചിട്ടുണ്ട്. നിൽക്കൂ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അല്ല, ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം വളരെ അപകടകരമാണ്. അതേന്ന്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്നെ രക്ഷിക്കാൻ വന്നിട്ട് നിങ്ങൾ ഇവിടെ കുടുങ്ങിയല്ലോ. എന്റെ കൂട്ടുകാർ പുറത്തു തന്നെ ഉണ്ട്. പേടിക്കണ്ട, അവരെന്തെങ്കിലും ഒരു വഴി തീർച്ചയായും കണ്ടെത്തും. ഒരുപാട് സമയമായല്ലോ. ജോർദാർ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ചെയ്തിട്ട് സിഗ്നലും തന്നില്ല. അതെ, സോർദാർ ഇതുവരെ ഒരു സിഗ്നലും തന്നില്ല. നമുക്ക് അകത്ത് പോയി ചെക്ക് ചെയ്താലോ? ഇത് ചക്കിക്കൊത്ത ചങ്കർ തന്നെയാണ്. ലുട്ടാപ്പി പിന്നെ പൂട്ടാലും പോലെ. എടാ, നേരെ അകത്തോട്ട് ചെല്ലാനായിരുന്നു. പിന്നെ ഇത്രയും വലിയ പ്ലാൻ ഉണ്ടാക്കി സോർദാറിനെ അകത്തേക്ക് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സംശയമുണ്ടോ? ഇനി അകത്തേക്ക് കയറാനുള്ള വഴി ആലോചിക്കാം. I know everything, every single thing. എങ്കി പറ, എങ്ങനെ അകത്തും? എങ്കി വാ, വേഗം പോകാം. പിന്നെ നിങ്ങൾ അതിനോ എവറിത്തിങ് എന്ന് പറഞ്ഞ എന്തിനാ? വെറുതെ എന്നെ ചൂടാക്കരുത് പറഞ്ഞേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൂക്കി കൂടെ കയറി ചെവി കൂടെ ഇറങ്ങി പൊക്കളയും ഞാൻ. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. നീ ഒന്ന് ചെയ്ത് കാണിച്ചേ. കൂട്ടുകാരെ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്നാൽ എന്റെ കയ്യിലുണ്ട്. പോപ്പട്ടിന് പറക്കാൻ കഴിയും. ഇവൻ ഈ വലിയ മതിലിന് മുകളിലൂടെ പറന്നു ചെല്ലട്ടെ. അതിനുശേഷം സോർദാറിനെ ജൂനിയറിനെ പൊക്കിക്കൊണ്ടുവരട്ടെ. ബ്രില്യന്റ് ഐഡിയ. ആഹാ, ഈ ഐഡിയ കൊള്ളാലോ. ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. വളരെ നല്ല ഐഡിയ മാത്രമേ ഞാൻ പറയൂ. അപ്പൊ ഇത് നല്ല ഐഡിയ ആണെന്നാണോ? അല്ല, നീ ഇത് ചോദിക്കുവാണോ അതോ പറയുവാണോ? ഇതൊരുമാതിരി വൃത്തികെട്ട ഐഡിയ ആയി പോയി. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എനിക്ക് സോർദാറിനെ എടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നോ? ഈ സമയം കൊണ്ട് ഒളിമ്പിക്സിൽ വെയിറ്റ് ലിഫ്റ്റ് മത്സരത്തിൽ പങ്കെടുത്തേനെ. ഒരിക്കലും പോകാൻ പറ്റില്ല. കാരണം ഒളിമ്പിക്സിലെ 100 ഗ്രാമിന്റെ ഒരു കാറ്റഗറി ഇല്ല. അതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ നിനക്ക് തരാം. ബണി, നീ നിന്റെ പ്ലാൻ ആദ്യം പറയേ. ഡോക്ടറുടെ വേഷം കിട്ടി നമുക്ക് ബംഗ്ലാവിലേക്ക് ചെല്ലാം. എന്നിട്ട് നമ്മൾ ടൈഗറിനോട് പറയും. അടിപൊളി, നല്ല കലക്കൻ പ്ലാൻ ആണ്. സംശയമുണ്ടോ? വാ പോവാം. ഡോക്ടറിന്റെ കോസ്റ്റ്യൂം വണ്ടിക്കകത്തുണ്ട്. ലെറ്റ്സ് ചേഞ്ച്.
ആ വാൻ വരാൻ വേണ്ടി എത്ര നേരം കാത്തിരിക്കണം? ഈ വാനിനി എപ്പോ വരുമെന്ന് അറിയില്ലല്ലോ. വാൻ വന്നു, നോക്ക്. എന്നാ നമുക്ക് വേഗം വാ, പോയാലോ? ആ വണ്ടി ഫോളോ ചെയ്യാം. നിൽക്കവിടെ, നിൽക്കാനാ പറഞ്ഞേ. നിക്ക്. ഞാൻ ഡോണാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ഡോക്ടർ ബിൽഡപ്പ്. കയ്യിലുണ്ട് സ്റ്റെതസ്കോപ്പ്. എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങാറില്ലേ? ഡോക്ടർ ബിൽഡപ്പിനെ അറിയാത്തൊരു ചുരുക്കാണ്. ഒരു മുയലിന്റെ ചെവി മുറിഞ്ഞപ്പോ മുറിവൈദ്യം കാട്ടിയാ മുറിവുണക്കി കൊടുത്തത് ഈ ഡോക്ടറാണ്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാട്ടിലെ ജീവികളുടെ പരിപാലകനാണ് ഡോക്ടർ ഹെനി. എലിയുടെ കണ്ണെടുത്ത് പല്ലിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ആ പല്ലിയെ കണ്ടാൽ ഇപ്പോൾ ഓന്തിനെ പോലിരിക്കും. സംശയമുണ്ടോ? ആ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ജീവജാലങ്ങൾക്ക് രോഗം ബാധിച്ചു, അവർക്ക് മരുന്ന് നൽകണം. അതെ, 2 തുള്ളി കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. സംശയമുണ്ടോ? പാക്കാണ് ഞാൻ സ്ഥിരം കഴിക്കുന്നത്. എന്നെ കണ്ടിട്ട് ജീവിയായിട്ടാണോ തോന്നുന്നത്? പിന്നെ സാറേ, ഈ ബംഗ്ലാവില് പ്ലേറ്റ് ഉണ്ടല്ലോ അല്ലേ? ഒരുപാട് പ്ലേറ്റ്സ് ഉണ്ടല്ലോ. ചെമ്പിന്റെ ഉണ്ട്, പിച്ചളയുണ്ട്, മേഡ് ഇൻ ചൈനയും ഉണ്ട്. എടാ മണ്ട, പ്ലേറ്റിനെ കുറിച്ചല്ല അവര് ചോദിച്ചത്, പെറ്റ്സിനെ കുറിച്ചാ. ഇവിടെ ഒരുപാട് നല്ല പെറ്റ്സ് ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ ഇനത്തിനൊന്നും വേണ്ട. ഞങ്ങൾക്ക് അതിൽ നിന്ന് ആകെ 2 പേരെ മാത്രം മതി. അതും 2 പേരെയോ? മിക്കവാറും 4 പേരെ വേണ്ടി വരും. 2 പേര് പിടിക്കാനും 2 പേര് മരുന്ന് കൊടുക്കാനും. 2 തുള്ളി. ഞങ്ങൾ വാങ്ങിക്കും ട്രാക്ടർ. നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മരുന്ന് വാങ്ങിച്ചു ദാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വൈകിക്കാൻ പാടില്ല. ഞങ്ങൾ തന്നെ മരുന്ന് കൊടുക്കാം. വേഗം വഴി മാറൂ. അവര് വേണ്ടെന്നാ ഉദ്ദേശിച്ചത്. നമുക്ക് തിരിച്ചു പോയാലോ? ഞാൻ ഡോക്ടർ ബിൽഡപ്പ്. കയ്യിലുണ്ട് സ്റ്റെതസ്കോപ്പ്. ഇവിടെയുള്ള ജീവികളുടെ ജീവൻ രക്ഷിക്കാതെ തിരിച്ചു പോകില്ല ഞങ്ങൾ. ഇവിടത്തെ എന്റെ ജീവികൾക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. എടാ ജുങ്ക, ഇവരെ അകത്തേക്ക് കൊണ്ടുപോ. ഇതൊരു വല്ലാത്ത മനുഷ്യൻ തന്നെ. അകത്തോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയുമ്പോഴും വേണ്ടെന്നാണല്ലോ ആംഗ്യം കാണിക്കുന്നത്. പുറത്താണ് ആപത്ത്. കയറി വരൂ അകത്ത്. നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ഇവിടെ നിന്നാൽ മരുന്ന് കുടിപ്പിക്കാൻ എളുപ്പമാണ്. തൽക്കാലം അകത്ത് പോയി മരുന്ന് കൊടുക്കാം. പോകാം അകത്തേക്ക്. ഓക്കേ. ഇവര് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അറിയില്ല. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? ജീവികൾക്കെല്ലാം വിരുന്ന്, കുടിപ്പിക്കെല്ലാവരെയും മരുന്ന്. അതെ അങ്കിളെ, അങ്കിൾ ഒന്നിങ്ങ് വന്നേ. ദാ കഴിക്ക്, ഈ മരുന്ന് കഴിക്ക്. നീ ഒരു കുരുന്ന്, എന്നെ എന്തിനാ കുടിപ്പിച്ചത് മരുന്ന്? അങ്കിളിനെ കണ്ടിട്ടൊരു മങ്കിയെ പോലെ ഉണ്ട്. ഇയാള് മങ്കിയല്ല, ജുങ്കയാണ്. വളർത്തുന്നത് തന്നെയാണ്, പക്ഷെ രൂപം കൊണ്ടൊരു മനുഷ്യനായി പോയി. സംശയമുണ്ടോ? അതെ, എന്റെ പേര് ജുങ്ക എന്നാണ്. പക്ഷെ മങ്കിയുടെ ചായയുണ്ട്. ഞാൻ അതേ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ശരി, ഒരു കാര്യം ചെയ്യ്, ഒറ്റയ്ക്ക് പോയിരുന്നു ചിന്തിക്കേ. നിങ്ങൾ എന്തായാലും പൊക്കോളൂ. ഇല്ലെങ്കിൽ ഇവൻ നിങ്ങളെ വീണ്ടും മരുന്ന് കുടിപ്പിക്കും. നമുക്ക് ജോർദാറിനെയും ജൂനിയറിനെയും കണ്ടുപിടിക്കാം. ജോർദാർ, ജോർദാർ, ജൂനിയർ, ജോർദാറേ. അവസാനം എന്റെ കൂട്ടുകാർ എന്നെ രക്ഷിക്കാനായിട്ട് ദാ വന്നു കഴിഞ്ഞു. ഹണി, ബണി, പോപ്പർ. ജോർദാർ, ജോർദാർ, ജൂനിയർ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സെക്യൂരിറ്റി സിസ്റ്റം ഓഫാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ ഞങ്ങളുടെ ശ്രമമെല്ലാം പരാജയപ്പെട്ടു. എന്നാ വേഗാവട്ടെ, എല്ലാരും കൂടി വന്ന് ലൈനായിട്ട് നിക്ക്. എനിക്ക് മരുന്ന് കഴിപ്പിക്കാനുള്ളതാ. ഐ നോ എവറിത്തിങ്. ചെറിയവർ മുമ്പിലോട്ട് വരട്ടെ, വലിയവർ പുറകിലോട്ട് പോട്ടെ. മുകളിലിരിക്കുന്ന സർവശക്ത ഇതൊന്ന് പൊക്കിക്കൊണ്ട് പോ. ഞാനെന്തിനാ പൊക്കുന്നേ? ആവശ്യമുണ്ടെങ്കിൽ പറന്നു പോ. കൊള്ളാം, ദാ നോക്ക്, ഹണിയുടെ 2ാമത്തെ സഹോദരൻ. എവിടെ പോയാലും ഹണിക്ക് അവന്റെ പോലൊരു കൂട്ട് തീർച്ചയായും കിട്ടും. എന്നാ വേഗാവട്ടെ, നമ്മുടെ കള്ളി വെളിച്ചെത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവരെയൊക്കെ വേഗം മരുന്ന് കഴിപ്പിക്കാം. എടാ മണ്ട, നമ്മൾ മരുന്ന് കഴിപ്പിക്കാൻ വന്നതല്ല, ജോർദാറിനെയും ജൂനിയറിനെയും രക്ഷിക്കാൻ വന്നതാ.
പക്ഷെ നമ്മൾ എങ്ങനെയാ ഇവിടെ നിന്ന് പോവുക? ഈ ചാക്കിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇടും. എന്നിട്ട് നിന്നെയും ജൂനിയറിനെയും ഈ ചാക്കിനകത്താക്കും. ഞാൻ എന്റെ കൂട്ടുകാരില്ലാതെ എങ്ങോട്ടും വരില്ല. ജൂനിയറെ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഈ ചാക്കിനുള്ളിലേക്ക് ഇത്രയും പേരെ ഒന്നും കേറ്റാൻ പറ്റില്ല. ബണ്ണി, ഇവരെ എല്ലാം ഇവിടെ വിട്ടിട്ട് പോകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. എല്ലാവരും രക്ഷിക്കേണ്ടി വരും. ശരിയാണ്, പക്ഷെ ആ ഗാർഡ്സ് കണ്ടാലോ? അവരിടിച്ച് പപ്പടാക്കുന്നേ. ഒരുപാട് ഗാർഡ്സ് ഉണ്ട്. അതിൽ എത്ര പേരെ നീ ഇടിച്ച് പപ്പടാക്കും? നമ്മൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ എല്ലാവരും ഒന്നിച്ചാൽ അവരെ തോൽപ്പിക്കാം. എന്റെ പെറ്റ്സിനെ ഇവിടുന്ന് കടത്താനുള്ള പ്ലാനോ? ജുങ്ക, കാട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ചെയ്യാ. അയ്യോ, സൈറൻ മുഴങ്ങുന്നു. നമുക്ക് രക്ഷപ്പെടണം. അടിക്കോമാരെ, അടിക്കോമാരെ, അടിക്കവന്മാരെ. സൂക്ഷിച്ച്, സൂക്ഷിച്ച്. ആ മതിലടയുന്നതിന് മുമ്പ് രക്ഷപ്പെടണം. തനിക്കൊന്ന് നോക്കി ഓടിക്കൂടറോ? താൻ കാരണം ഉണങ്ങിയ നൊങ്ക് പോലെ ആയി പോയി ഞാൻ. സംശയമുണ്ടോ? എന്റെ അമ്മോ, എല്ലാരും കൂടെ ചേർന്ന് ഭ്രാന്തനാക്കി. സംശയമുണ്ടോ? നീ ഞങ്ങളെ ഓരോരുത്തരായിട്ട് പൊക്കിയെടുത്ത് മതിലിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നേ. ഗ്രേറ്റ് ഐഡിയ. നമുക്ക് ആനയുടെയും ജിറാഫിന്റെ സഹായത്തോടെ നമുക്ക് മതിലിന് മുകളിൽ കയറാം. അയ്യോ, ക്ഷമിക്കണേ. ആരാ നിങ്ങള്? ഇവർക്ക് ഉറങ്ങുന്ന ഇഞ്ചക്ഷൻ കൊടുക്കൂ, വേഗം. ജിം, ദേ നിങ്ങളുടെ മേത്ത് ഇഞ്ചക്ഷൻ കൊണ്ട്. I know everything. ഒന്നിനെയും ബാക്കി വെക്കില്ല. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ആ ഇഞ്ചക്ഷൻ എനിക്കാണല്ലോ കൊണ്ടത്. ഇഞ്ചക്ഷൻ കാലിക്കൊണ്ട്. ഹണി, വേഗം ഓട്. ഗാർഡ്സ്, ഇവർക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ വേഗം ഷൂട്ട് ചെയ്യാ. പിടിക്കവന്മാരെ, അവന്മാരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേഗം പിടിക്കവരെ, വേഗം. ടൈഗർ, വേഗം സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ചെയ്യേ, അല്ലെങ്കിൽ നിന്റെ പണി ഞങ്ങൾ ഇപ്പൊ തീർക്കും.
എല്ലാവരും വേഗം മാറിക്കോ. എന്റെ ഷാളിൽ നിന്ന് പിടിപെട്. അയ്യോ. സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ചെയ്യാൻ പറ, ഇല്ലെങ്കിൽ ഇടിച്ചിടിച്ച് നിന്റെ സൂപ്പ് വെച്ച് കുടിക്കും ഞങ്ങൾ. വേഗം ചെല്ലേ, പോയാ സെക്യൂരിറ്റി സിസ്റ്റം ഓഫ് ചെയ്യ. ഓക്കെ സാർ. ടൈഗർ, ഇനി നിനക്ക് ജയിലിനുള്ളിലെ ബംഗ്ലാവിൽ കഴിയാം. നീ ഇങ്ങനെ തലയാട്ടി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ജയിലിൽ പോകേണ്ടി വരുന്നുള്ള കാര്യം ഉറപ്പാ. ഒരിക്കലുമില്ല. എനിക്കെതിരായി നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? പറയാ. ഇത്രയും ജീവികളെ തട്ടിയെടുത്തത് പോരെ നിനക്ക്? ഇവരെല്ലാം നിനക്കെതിരെ മൊഴി നൽകും. കൂടാതെ ഞാനിവിടെ നല്ല നല്ല കുത്തു അങ്ങനെ കൊടുക്കും. നീ എങ്ങാൻ കൊത്തിക്കഴിഞ്ഞാലേ നിന്നെയും പിടിച്ച അവര് ജയിലിടും, പറഞ്ഞേക്കാം. താങ്ക് യു സോ മച്ച്. ഇനി വൈകാതെ ഇൻസ്പെക്ടർ പാണ്ഡെ വേഗം വിളിക്ക്. മിഷൻ ജൂനിയർ സക്സസ്ഫുൾ ആയിരിക്കുന്നു. സംശയമുണ്ടോ?